Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. ഹലോ, ഇന്ന് ഞായറാഴ്ചയായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ സാറ് വിളിച്ച് പറഞ്ഞു ജോലിക്ക് വരാം. അങ്ങനെ വണ്ടി എടുത്തൊരു പെട്ടപ്പെട്ട ചേരനാട്ടുകാർ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഞാൻ വിചാരിച്ചു സിനിമ ഷൂട്ടിങ്ങാണ്. പിന്നെല്ലാം മനസ്സിലായി ഒരു ബംഗാളിയുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാണ്. കഞ്ചാവ് എന്ന് വെച്ചാണ്ടല്ലോ എന്തുട്ടാ കഞ്ചാവ്, പച്ചക്കഞ്ചാവ്. സാറുമാരാച്ച എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മണപ്പിച്ച് നോക്ക് ഒറിജിനലാണ്. അവരൊക്കെ മണപ്പിച്ച് നോക്കിയിട്ട് സംഗതി ഒറിജിനലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ നാറിയ ഒറീസക്കാരും തെണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കഞ്ചാവ് സാധനം കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ പിള്ളേരുകളെ കേടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരുകളൊന്നും ഇതുപോലുള്ള തെറ്റികളുടെ വലയിലൊന്നും പെടാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി പെടാണ്ടിരിക്കുക. ഇതുപോലെ ഒരു 100 ബംഗാളികൾ ദിവസം സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. അതിൽ പകുതി ആൾക്കാരെ പിടിക്കപ്പെടണുള്ളൂ. പകുതി ആൾക്കാർ ഇപ്പോഴും ഇവിടെ നടക്കേണ്ടത് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ പരമാവധി ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്തും കൂട്ടുകാരായാലും ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഡീസൻ്റായിട്ട് നടക്കുക. അവൻ നല്ല ഹൈടെക് ആയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷേ എന്നിട്ട് ചെയ്യുക, അവനെ പിടിച്ചത് എന്തായാലും നന്നായി. കുറച്ച് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇവനെ പോലത്തെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് സുന്ദരമായിട്ട് ജീവിക്കുക. കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഒറീസയുടെ നീലച്ചടേനാണ് പറഞ്ഞത്. അവിടുത്തെ ഹൈടെക് സാധനം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല, ധാരണയില്ല. എന്തായാലും അവൻ്റെ ആ കെട്ടും പാണ്ടൊക്കെ അഴിച്ച് സാറുമാരതൊക്കെ പുറത്തെടുത്ത് നോക്കുന്നുണ്ട്. അവനാച്ച് കഴിഞ്ഞാൽ മോന്ത പൊത്തിന്ന് കരയുണ്ട്. അവൻ എറണാകുളത്തേക്ക് ജോലിക്ക് പോകണമെന്ന്. കഞ്ചാവും പിടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അവർ എറണാകുളത്തേക്ക് ജോലിക്ക് വിടുന്നുണ്ട്. അവർക്ക് കരയുണ്ട്. എന്നിട്ട് കണ്ടിട്ട് കാര്യം പൊട്ടരുമ്പോൾ ആലോചിക്കിട്ട് അവർ എറണാകുളത്ത് ജോലി ഇടുന്നൊക്കെ തൂക്കം നോക്കിയപ്പോൾ 5 കിലോ 352 ഗ്രാമുണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ കൊണ്ട് അവനെയും കൊണ്ട് സാറുമാർ ഇപ്പോൾ പോവും. അവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ജീപ്പിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. സുന്ദരമായിട്ടവൻ ഇരിക്കുന്നുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ എന്താ അവൻ്റെ അവസ്ഥ നമുക്കറിയില്ല. അവനെന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോകില്ല. അവനെ നേരെ കോടതിയിൽ ഹാജരാക്കി അവനെ ജയിലിലേക്ക് വിടാവും ചെയ്യുക. അപ്പോൾ ഇവർ സാറുമാരതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപൂർവമായിട്ടൊരു കാഴ്ച കണ്ട കാരണം നമ്മൾ ആ വീഡിയോ എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ കാണുന്നത്. ഞാൻ ഒരു സിനിമ ഷൂട്ടിങ്ങാന്ന് വെച്ചാൽ പിന്നെല്ലാം മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മുടെ പിള്ളേരുകളും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ജോലിക്ക് പോകണം. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.